നമ്മൾ നോക്കുന്നത് ദോഷകർമ്മം വൃദ്ധിയിലിരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ്. മുന്നേ നമ്മൾ നോർമലായിട്ടുള്ള ദോഷം ധാതു മലങ്ങളുടെ ഫംഗ്ഷൻസ് പറഞ്ഞു. ഇനി ദോഷങ്ങൾ വീശേറ്റഡ് ആകുമ്പോൾ, വീശേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് വൃദ്ധി സംഭവിക്കാം അല്ലെങ്കിൽ അതിന് ക്ഷയം സംഭവിക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് വൃദ്ധിയാണ്. കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ പഠിച്ചിട്ട് നമുക്കത് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ പഠിക്കാം. ആദ്യത്തെ ദോഷം ഏതാണ്? വാതദോഷം. വാതദോഷത്തിൻ്റെ വൃദ്ധി കർമ്മമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് കാർഷ്യം. വാദം കൂടിക്കഴിഞ്ഞാൽ മെലിഞ്ഞു പോകുന്നു അല്ലെ, മെലിയാൻ വേണമെങ്കിൽ നമുക്കപ്പോൾ എന്ത് ചെയ്യണം? വാദത്തിന് കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഷ്യമാണ് ഫസ്റ്റ് സിംറ്റം. രണ്ടാമത്തേത് കാർഷ്ണ്യം. കാർഷ്ണ്യം എന്ന് വെച്ചാൽ എന്താണ്? കാർമേഘം പോലെ എന്ന് വെച്ചാൽ എന്താണ്? കറുത്തിട്ട് ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരാം. അതുപോലെ ഉഷ്ണകാമിത്വം. വാദം കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ വാദത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും കൂടും. എന്തൊക്കെയാണ് ഗുണങ്ങൾ? രൂക്ഷവും ശീതവുമായിട്ടുള്ള അല്ലെങ്കിൽ ചലഗുണം, അതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കൂടുന്നത്. അപ്പോൾ ശീതം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനത്തിനോട് ആഗ്രഹം തോന്നും. ശീതത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉഷ്ണമാണ്. അപ്പോൾ ശീതഗുണം നമ്മുടെ ബോഡിയിൽ കൂടുന്നതനുസരിച്ച് നമുക്ക് ഉഷ്ണഗുണം വേണം, അതിനൊരു ഡിസയർ തോന്നുന്നു. അതിനാണ് ഇവിടെ എന്ത് പറയുന്നത്? ഉഷ്ണകാമിത്വം, ഡിസയർ ഫോർ ഹീറ്റ്, ചൂട് കായാനായിട്ട് തോന്നുന്നു. അതുപോലെ കമ്പ. കമ്പ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, ട്രമേഴ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു വിറയൽ പോലെ വരില്ലേ, തണുത്ത് മരവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? വിറയലാണ് വരുന്നത്. അപ്പോൾ ശീതഗുണം കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ട്രമർ സംഭവിക്കുന്നു. അതുപോലെ ആനഹം അല്ലെ, വായു അസച്ച് വായു അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ കൂടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഗ്യാസ് ഫോർമേഷൻ വന്നാൽ എന്ത് ചെയ്യും? വയറ് വീർപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകില്ല. അപ്പോൾ അതാണ് ആനാഹം, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ. പിന്നെ ഈ വാദം എന്ന് പറയുന്നതിന് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന ഫീസസിൻ്റെ വാട്ടറിൻ്റെ ആ കണ്ടന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഡ്രൈ അപ്പായി പോകും അല്ലെ. രൂക്ഷഗുണമാണ് വാദത്തിനുള്ളത്. നമ്മുടെ ബോഡിയിൽ രൂക്ഷഗുണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ടർ കണ്ടന്റ് എല്ലാം പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ട് ഈ മലം എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈഡ് അപ്പായി പോകും. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? ശകൃത് ഗ്രഹം എന്ന് പറയുന്നത്. ശകൃത്തിന് ഗ്രഹം സംഭവിക്കുന്നു എന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേറ്റഡ് ആയി പോകുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് ഭ്രംശം സംഭവിക്കുന്നു. ഭ്രംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലോസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും അതിനൊരു ഇമ്പയർമെൻറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, ബലത്തിനും നിദ്രയ്ക്കും ഇന്ദ്രിയങ്ങൾക്കും ഇമ്പയർമെൻറ്റ് ഉണ്ടാകുന്നു. ബലം എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ആണ്, നിദ്ര സ്ലീപ്പാണ്. അതുപോലെ ഇന്ദ്രിയം എന്ന് വെച്ചാൽ സെൻസ് ഓർഗൻസ് ആണ്. അപ്പോൾ നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഫം കൂടണം അല്ലേ. കഫം കൂടി വരുമ്പോഴാണ്, ശ്രോതസ്സിലൊക്കെ കഫമൊക്കെ നിറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് നിദ്ര ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നത്. ശരിക്കുള്ള പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, രാത്രിയുള്ള ഉറക്കമാണ് പറയുന്നത്. അപ്പോൾ ഈ വാദം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? രൂക്ഷ ഗുണമാണ് കൂടുന്നില്ല. രൂക്ഷം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാദം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഉണ്ടാകത്തില്ല. അതാണ് പ്രത്യേകത. മനസ്സിലായോ? നിദ്ര ഭ്രംശമാണ് സംഭവിക്കുന്നത്, ഉറക്കം കെട്ടുപോകുന്നു. അതുപോലെ ബലം ഇല്ലാണ്ടായി പോകുന്നു, ഇന്ദ്രിയങ്ങൾ സെൻസ് ഓർഗൻസും നശിച്ചു പോകുന്നു. അതിൻ്റെ ഫങ്ഷൻസ് നേരെ നടക്കുന്നില്ല. മനസ്സിലായോ? എല്ലാത്തിനും സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ലൂബ്രിക്കേഷൻ അല്ലെ, എല്ലാം സ്മൂത്തായിട്ട് പോകണ്ടേ. സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അവിടെ ലൂബ്രിക്കേഷൻ വേണം, എന്ന് വെച്ചാൽ കഫം വേണം. പക്ഷെ ഇവിടെ എന്താണ്? വാദം കൂടിക്കഴിയുമ്പോൾ അവിടെ എന്താണ്? കുറച്ച് പരിപരുത്ത പോലെ റഫ്നെസ് ഉണ്ട്. റഫായിട്ടുള്ള സർഫസിൽ കൂടെ കാര്യങ്ങൾ ശരിയായിട്ട് നടക്കുകയോ ഇല്ല. അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇവിടെ വാദം കൂടിക്കഴിഞ്ഞാൽ ഉറക്കവും ശക്തിയും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഫങ്ഷൻസും ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ഭ്രംശം സംഭവിക്കുന്നു. പിന്നെ പറയുന്നത് പ്രലാപം. പ്രലാപം എന്ന് പറഞ്ഞാൽ ഇറിലവൻ്റ് ആയിട്ട് സംസാരിക്കുക, അതായത് വെറുതെ ഇങ്ങനെ സംസാരിപ്പിച്ചുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതായത് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്നില്ല ചില ആൾക്കാർ, വാതോരാതെ സംസാരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു സംസാരം ഇവിടെ വരുന്നു, പ്രലാപം. അതുപോലെ ഭ്രമം. ഭ്രമം എന്ന് വെച്ചാൽ ഗിഡിനെസ്, ഒരു തലകറക്കം പോലെയുള്ള ഒരു സ്റ്റേജാണ് ഭ്രമം എന്ന് പറയുന്നത്. അപ്പോൾ തലകറങ്ങുന്നു. അതുപോലെ എന്താണ്? ദീനത. ദീനത എന്ന് വെച്ചാൽ നമുക്കൊരു കറേജ് ഇല്ലാത്ത, ഒരു ധൈര്യം ഇല്ലാത്ത, ധൈര്യം ചോരുന്ന പോലെ തോന്നുന്നു എന്ന് പറയില്ല, അതിനെയാണ് നമ്മൾ ദീനത എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ്? മെലിഞ്ഞു പോവുക അല്ലേ, പെട്ടെന്ന് ഈ ഡ്രൈനെസ് വെച്ചിട്ടാണ് നമുക്ക് കുറേ സിംറ്റംസ് കിട്ടുമല്ലേ. മെലിഞ്ഞു പോവുക, ഉണങ്ങി പോവുക എന്ന് ഓർത്താൽ മതി. അപ്പോൾ മെലിഞ്ഞു പോവുക കിട്ടി. പിന്നെ എന്താണ്? കാർഷ്യം. കാർഷ്ണ്യം എന്ന് വെച്ചാൽ കറുത്ത നിറം. ഈ വാദം കൂടുന്ന കണ്ടീഷൻസ്, ഇപ്പോൾ ഏതൊക്കെ ഡിസീസസ് എടുത്താലും അല്ലെങ്കിൽ ഇപ്പം വാദദോഷജമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും പറയുന്ന ഒരു കളറ് എന്താണ്? ഈ പറയുന്ന കറുപ്പാണ്. ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷനാണ് വാദവുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളർ. അതുപോലെ തന്നെ പിത്തം പറയുകയാണെങ്കിൽ മഞ്ഞ, പച്ച പോലെയുള്ള അങ്ങനത്തെ കളറൊക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ മിക്കവാറും അവിടെ വാദത്തിൻ്റെ ഒരു ആധിക്യമാണ് ഉണ്ടാവാറ്. അപ്പോൾ കാർഷ്യമായി. അടുത്തത് ഉഷ്ണകാമിത്വം. പിന്നെ കമ്പം, ആനാഹം, ശകൃദ്ഗ്രഹം,
ഭ്രംശ ഓഫ് ബലം, നിദ്ര, ഇന്ദ്രിയ. പിന്നെ എന്താണ് പ്രലാപം, ഭ്രമ, ദീനത. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ശ്ലോകമായിട്ട് പഠിക്കണ്ടേ? ഒന്ന് വായിച്ചു നോക്കാം. കാർഷ്യ കാർഷ്ണ്യ ഉഷ്ണകാമിത്വ കമ്പ ആനാഹ ശകൃദ്ഗ്രഹാൻ ബല നിദ്ര ഇന്ദ്രിയ ഭ്രംശ പ്രലാപ ഭ്രമ ദീനതാഹ. അപ്പോൾ ഈ 2 ലൈൻ നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ വാദത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് വരുന്നത്? കാർഷ്യം എന്നല്ലേ വരുന്നത്. നമുക്ക് കാർഷ്യം എന്നുള്ളത് എന്തായിട്ട് എടുക്കാം? കാശ്മീരായിട്ട് എടുത്തൂടെ? ട്രിപ്പ് പോവുകയാണല്ലേ, നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ്. നമ്മൾ മുന്നേ വാദത്തിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ ഉത്സാഹം എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് വെച്ചിട്ട് നമ്മൾ ടൂറിൻ്റെ വെച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ഒരു ടൂർ തന്നെയാണ്, വാദവൃദ്ധിക്കും ടൂർ തന്നെയാണ് കോഡ്. പക്ഷേ എന്താണ്, കാശ്മീരിലേക്കുള്ളൊരു ട്രിപ്പായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കാശ്മീരിലേക്ക് നമ്മൾ കാറിലാണ് പോകുന്നത്. നമ്മൾ ബൈക്കിലും ട്രെയിനിലും ഒന്നല്ല പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്? കാറിനാണ് പോകുന്നത്. ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കാറിൽ പോകുന്നതല്ലേ ഒരു സന്തോഷം. അപ്പോൾ കാശ്മീരിൽ കാറിൽ പോകുന്നു. അപ്പോൾ എന്ത് കിട്ടി? കാർഷ്യം കാർഷ്ണ്യ കിട്ടി. ഓക്കെ, കാർഷ്യ കാർഷ്ണ്യ ഉഷ്ണകാമിത്വം അല്ലേ. അവിടെ കാശ്മീരിൽ എങ്ങനെയാണ്? ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഡിസൈർ ചെയ്യുന്നത്? നമുക്ക് ചൂടാണ് ആവശ്യം, ഉഷ്ണമാണ് ആവശ്യം. അപ്പോൾ കാശ്മീരിൽ കാറിൽ ചെന്ന് പെട്ടപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? ഉഷ്ണമാണ് ആവശ്യം. ഇവിടുത്തെ തണുപ്പ് കൊള്ളാനായി അവിടെ ചെന്നു, പക്ഷേ അവിടെ ചെന്നപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? ഉഷ്ണം വേണം, ഉഷ്ണകാമിത്വം. അപ്പോൾ ഉഷ്ണം കായാനായിട്ട് എന്താണ്? ക്യാമ്പ് ഫയറൊക്കെ കൂടി അപ്പോൾ ഫയറിന് ചുറ്റും ഇരിക്കുകയാണ്. അപ്പോൾ ഫയർ കിട്ടുന്ന പോരാഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെന്നപാടെ എന്ത് ചെയ്യും? ഒരു കമ്പിളി എടുത്ത് പുതയ്ക്കുന്നു, ഒരു സ്വെറ്ററോ അല്ലെ എന്തായാലും ഒരു കമ്പിളി കൊണ്ടിട്ട് ഉള്ള ഒരു സ്വെറ്ററാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ കമ്പിളി പുതയ്ക്കുന്നു. അപ്പോൾ ഉഷ്ണകാമിത്വം, ഉഷ്ണം കായാനായിട്ട് ചെന്നിരുന്നു. അതുപോലെ തന്നെ എന്താണ്? കമ്പിളി പുതയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കമ്പ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഉഷ്ണകാമിത്വ കമ്പ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്യാമ്പ് ഫയറിലേക്ക് ഒരാൾ വന്നു, ഒരു അതിഥി വന്നു അല്ലേ. ബാബ സുരേഷ് പറയുമ്പോൾ നമ്മൾ അതിഥിയെ കാണാൻ പോവുകയാണ്. ആ അതിഥി ആരാണ്? ആനയാണ് വന്നത്. ആന എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? ആനാഹം. അപ്പോൾ ഇവരെല്ലാം കമ്പിളിയെല്ലാം പൊതിച്ച് ക്യാമ്പ് ഫയറിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ആരെത്തിയത്? ആന എത്തി. ആന എന്ന് പറയുമ്പോൾ ആനാഹ. അപ്പോൾ ആനയെ കണ്ട പാടെ എന്താണ്? നമ്മളിങ്ങനെ പെട്ടെന്ന് വിറച്ച് സ്തംഭിച്ചു പോയില്ലേ. സ്തംഭിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു സ്തംഭനം എന്ന് പറയുന്നത് ശകൃത്തിൻ്റെ കേസിലെടുക്കുക, അതായത് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു രീതിയിലെടുക്കുക. അപ്പം ആനയെ കണ്ടപാട് എന്ത്? മലമുറച്ചു പോയി എന്ന് ഓർക്കുക. മലമുറച്ചു പോയി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ, ശകൃത് ഗ്രഹം അങ്ങനെ കിട്ടണം കേട്ടോ. അതൊന്നും ജസ്റ്റ് ഓർക്കുക, 2-3 പ്രാവശ്യം നമുക്ക് കോഡ് വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്താണ്? കാശ്മീരിലേക്ക് കാറിൽ നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ എന്താണ്? ഉഷ്ണം കായാനായിട്ടല്ലേ, ഉഷ്ണം കായാനായിട്ട് കമ്പിളിയും പുതച്ചിരുന്നു. അപ്പോൾ അവിടത്തേക്ക് എത്തിയ അതിഥി ആരാണ്? ആന എത്തി. ആനയെ കണ്ടപാടെ മലമുറച്ചു പോയി. പിന്നെന്താണ്? ബലം പോയി, നിദ്ര പോയി അല്ലേ, ഇന്ദ്രിയങ്ങളെല്ലാം ഭ്രംശമാണ് സംഭവിച്ചത്. ആനയോട് ചെന്ന് ബലം പിടിക്കാൻ പറ്റുമില്ല. പിന്നെ ആനയെ കണ്ടതുകൊണ്ട് ഇനി അന്നത്തെ രാത്രി ഉറക്കമേ കാണത്തില്ല അല്ലേ. ആന വന്നിട്ട് അത് അതിൻ്റെ വഴിക്ക് പോയി. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ആ എന്താണ് മലമുറച്ചു പോയതുപോലെ തന്നെ എന്ത് പറ്റി? ബലത്തിന് അല്ലേ, ബലം ചോർന്നു പോകുന്ന പോലെ തോന്നുന്നു അല്ലേ, ബലം പോയി. അതുപോലെ നമുക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല, ഇന്ദ്രിയങ്ങൾക്കെല്ലാം നാശം സംഭവിച്ചു. അപ്പോൾ ബല നിദ്ര ഇന്ദ്രിയ ഭ്രംശം. ആനയെ കണ്ടപാട് ബലത്തിനും നിദ്രയ്ക്കും ഇന്ദ്രിയത്തിനും ഒക്കെ ഭ്രംശം സംഭവിച്ചു. എന്നിട്ട് എന്താണ്? ഉറങ്ങാൻ കിടന്ന ഉറങ്ങത്തുമില്ല. എന്ത് സംഭവിച്ചു? പ്രലാപം. ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നില്ല. ആനയെ കണ്ട് ആന വരുന്ന ഓടി വരണേ രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ ഒരു പിച്ചും പേയും പറയുന്നു. അന്നെടുക്കുക. അപ്പോൾ പ്രലാപം കിട്ടി. അങ്ങനെ പ്രലാപം. എന്നിട്ട് എന്ത് പറ്റി? പിറ്റേന്ന് ട്രിപ്പൊക്കെ മതിയാക്കി തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ആനയെ കണ്ടല്ലോ, ഇനി ആന ചവിട്ടി കൊല്ലുന്നേക്കാളും നല്ല തിരിച്ചു പോരാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? തിരിച്ചു പോരാൻ്റെ ഉറക്കം എഴുന്നേക്കണമല്ലോ, ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്ത് പറ്റി? ഭ്രമം, ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ഭയങ്കര ദയനീയമായ ദീനത തോന്നുന്ന ഒരു അവസ്ഥയായിട്ട് മാറി. അങ്ങനെ എടുക്കാം. അപ്പോൾ ട്രിപ്പ് പോയത് കുളമായ ഒരു ട്രിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. എവിടെയാണ് പോയത്? കാശ്മീരിൽ പോയി. പക്ഷേ കാശ്മീരിൽ പോയെങ്കിലും വലിയ ഗുണമുണ്ടായില്ല. ട്രിപ്പ് കുളമായി തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ, ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കാശ്മീരിലേക്ക് കാറിൽ പോയി. അവിടെ ചെന്നിട്ട് ഉഷ്ണം കായാനായി കമ്പിളിയും പുതച്ചിരുന്നപ്പോഴാണ് അവിടെ നമ്മുടെ അതിഥി എത്തിയത്. ആന എത്തി. ആനയെ കണ്ടപാട് മലമുറച്ചു പോയി. അപ്പോൾ ശകൃത് ഗ്രഹം. എന്നിട്ട് തന്നെ ബലവും നിദ്രയും ഇന്ദ്രിയവും എല്ലാം നശിച്ചു പോയി. എന്നിട്ട് എന്താ? പിച്ചുമ്പേയും പറയാൻ തുടങ്ങിയില്ലേ, പ്രലാപം. എന്നിട്ട് പിറ്റേന്ന് നീറ്റപ്പോൾ ഭയങ്കര ഭ്രമം, എന്നുവെച്ചാൽ തലകറക്കം. അതുപോലെ തന്നെ അങ്ങനെ ഒരു ദീനതയുള്ള ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോയി, അല്ലെ ധൈര്യമില്ലാത്തൊരവസ്ഥ ായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുക. ഒന്നുകൂടെ പറയാം. കാർഷ്യ കാർഷ്ണ്യ ഉഷ്ണകാമിത്വ കമ്പ ആനാഹ ശകൃത് ഗ്രഹാൻ ബലനിദ്ര ഇന്ദ്രിയ ഭ്രംശ പ്രലാപ ഭ്രമ ദീനതാഹ. അപ്പോൾ കോഡ് മനസ്സിൽ വെച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. കാർഷ്യ കാർഷ്ണ്യ ഉഷ്ണകാമിത്വ കമ്പ ആനാഹ ശകൃത് ഗ്രഹാൻ ബലനിദ്ര ഇന്ദ്രിയ ഭ്രംശ പ്രലാപ ഭ്രമ ദീനതാഹ. ഇതാണ് വാദത്തിൻ്റെ കൂടിയാലുള്ള കണ്ടീഷൻ.